നമസ്കാരം. സ്പീക്കർ ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ട് കത്തെഴുതിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സ്പീക്കർക്കെതിരായ ഒരു അവിശ്വാസ പ്രമേയം ഈ പ്രതിപക്ഷം പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. ആ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷം സ്പീക്കറുടെ ഈ നടപടിക്രമങ്ങളെ അല്ലെങ്കിൽ ഈ സഭാകാലത്ത് സ്പീക്കർ എടുത്ത നിലപാടുകൾ, സ്പീക്കർ കാണിച്ച നിഷ്പക്ഷത, സഭ മുന്നോട്ട് കൊണ്ടുപോകാനായി കാണിച്ച ക്ഷമ, അതായത് പ്രതിപക്ഷ അംഗങ്ങൾ അങ്ങേയറ്റം പ്രകോപനമാണ് ഈ സഭാ കാലയളവിൽ പാർലമെൻറ്റിൽ നടത്തിയത്, ലോക്സഭയിൽ നടത്തിയത്. ബാനറുകൾ കൊണ്ടുവന്നു, പ്ലക്കാർഡുകൾ ഉയർത്തുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, പ്രധാനമന്ത്രിക്കെതിരെ പോലും ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നു. ഭരണപക്ഷത്തെ മന്ത്രിമാരെയും പ്രധാനപ്പെട്ട നേതാക്കളെയൊന്നും സംസാരിക്കാൻ അനുവദിക്കാതെ ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധി ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ. എന്നാൽ ഈ പ്രകോപനങ്ങളെല്ലാം വളരെ പക്വതയോടുകൂടി നേരിടുകയും നിഷ്പക്ഷതയോടുകൂടി പെരുമാറുകയും ചെയ്തതിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തെഴുതിയിരിക്കുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു പക്വതയാണ്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ പക്വതയാണ് സ്പീക്കർ ഈ കാലയളവിൽ കാണിച്ചിരിക്കുന്നത്. ചില ആളുകൾ പാർലമെൻറ്റിൽ ഉത്തരവാദിത്തരഹിതമായി പെരുമാറുന്നുണ്ട്. ചില മാടമ്പിത്തരങ്ങൾ പാർലമെൻറ്റിൽ കാണാൻ കഴിഞ്ഞു. ഇത്തരം ആളുകളോട് ഇടപഴകുക, അല്ലെങ്കിൽ ഇത്തരം ആളുകളെ നിയന്ത്രിക്കുക, അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാൽ സ്പീക്കർ ശ്രീ ഓം ബിർള അത് വളരെ കൃത്യമായി തന്നെ നിർവഹിച്ചിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണ ശ്രമങ്ങൾ, അതായത് ഏതാനും ചില വനിതാ MP-മാർ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകാനും പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ വിവരം അറിഞ്ഞയുടൻ തന്നെ പ്രധാനമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുകയും അന്ന് പാർലമെൻറ്റിൽ വരേണ്ട എന്നൊരു അഭ്യർത്ഥന നടത്തുകയും പിന്നീട് മറുപടി പ്രസംഗത്തിന് പോലും നിൽക്കാതെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരാതിരുന്നതുമൊക്കെ ചർച്ചയായിരുന്നു. ഇതടക്കം പാർലമെൻറ്റിൽ ജനാധിപത്യ വിരുദ്ധമായ, ഇന്ത്യൻ ജനാധിപത്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന പല അനിഷ്ട സംഭവങ്ങളും തടയാൻ വേണ്ടിയായിരുന്നു എന്നും പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു. ഇതിനെല്ലാമാണ് നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചിരിക്കുന്നത്. ഓം ബിർള കഴിഞ്ഞ ഏതാണ്ട് 6-7 വർഷക്കാലമായി ലോക്സഭയിൽ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലോക്സഭ വളരെ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. BJP അതുകൊണ്ട് തന്നെയാണ് 3ാം തവണയും അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ തന്നെ സ്പീക്കറായി നിയമിച്ചത്. വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് ഓം ബിർള അവിടെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇത്തരം ഒരു കർശനമായ നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിന് അദ്ദേഹം പലതവണ ഇരയാകേണ്ടി വന്നു. മാത്രമല്ല, പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് അവസാനം നോട്ടീസ് കൊണ്ടുവരുന്നു. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ഉടൻ തന്നെ ഇനി താൻ സഭയിൽ അധ്യക്ഷത വഹിക്കില്ല, ഈ അവിശ്വാസ പ്രമേയം തീരുമാനം വരുന്നത് വരെ സഭയിൽ അധ്യക്ഷത വഹിക്കില്ല എന്ന തീരുമാനമെടുത്ത് അദ്ദേഹം മാറിയിരുന്ന വ്യക്തിത്വമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ എതിരെ വന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുന്നു. വീണ്ടും അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി സൂചകമായി അഭിനന്ദനം അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.